അതായത് പിണറായി വിജയൻ എന്ന നേതാവാണ് CPIM-ന്റെ തലതൊട്ടപ്പനായി ഇപ്പോൾ വർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കൂടി സമീപനങ്ങളെ ഓഡിറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രക്രിയ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പൂർത്തിയാക്കാൻ CPM-ന് കഴിയൂ. പക്ഷെ അതെത്ര കഴിയും എന്നാണ്. കഴിഞ്ഞ ഒരു ദശകക്കാലമായി അല്ലെങ്കിൽ ഒരു ദശകത്തിനധികം കാലമായി CPIM-നെ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിലൊരു സംസ്കാര മാറ്റം സത്യത്തിൽ പിണറായി വിജയൻ CPIM-നകത്ത് കൊണ്ടുവന്നിട്ടില്ലേ? മോദി എന്താണോ BJP-ക്ക് അകത്ത് ചെയ്തിട്ടുള്ളത് അതേ സംഗതി ഈ CPIM-ന്റെ കാര്യത്തിൽ പിണറായി വിജയനും കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി അധികാരരൂപിയായ വ്യക്തിക്കെതിരായി സംസാരിക്കാനും ചോദ്യം ചോദിക്കാനും തിരുത്താനും ഓഡിറ്റ് ചെയ്യാനും കഴിയാത്ത തരത്തിലുള്ള ഒരു 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 ഇടതുപക്ഷത്തിൻ്റെതല്ലാത്ത സംസ്കാരം അതിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനെ അഡ്രസ് ചെയ്യാൻ ശേഷി ഉണ്ടാവില്ലല്ലോ. അല്ല, പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് ഒരു ദിവസം കൊണ്ട് ആരംഭിച്ച പ്രശ്നങ്ങളല്ല. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ദശകത്തിലധികമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗവൺമെന്റിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം മുതൽ അദ്ദേഹം പാർട്ടിക്കകത്ത് രൂപപ്പെടുത്തിയ ഒരു പാർട്ടിയുടെ സംവിധാനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി വരിക എന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഓരോ ജില്ലാ കമ്മിറ്റിയിലും ഓരോ ഏരിയ കമ്മിറ്റിയിലും ഓരോ ലോക്കൽ കമ്മിറ്റിയിലും ഓരോ പിണറായി വിജയന്മാരെ നിർമ്മിച്ചു കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ ഇടങ്ങളിലും അധികാര കേന്ദ്രത്തിൽ ഒരു വ്യക്തിയെ സ്ഥാപിച്ച് ആ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് CPIM എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനയുടെ ഘടന മാറ്റി എന്നുള്ളതാണ്. ഈ സ്ട്രക്ചറലിസത്തിന്റെ ഒരു സെമിയോട്ടിക്സ് പരിശോധിച്ചാൽ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചറിൽ വന്ന് വീണാൽ, ഘടനയിൽ വന്ന് വീണാൽ അത് പൊളിക്കുക അല്ലെങ്കിൽ അതിനെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ അതിന് വന്നിരിക്കുന്നതായിട്ടുള്ള ഈ 10 വർഷമല്ല 10-20 വർഷമായിട്ട് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള മാറ്റത്തെ ഈ ഒരു സമ്മേളനം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു സംസ്ഥാന കമ്മിറ്റി കൊണ്ട് തിരുത്താനായിട്ട് കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല, വളരെ ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രത്യയശാസ്ത്രപരമായിട്ട് ഈ സർക്കാർ സ്വീകരിക്കുന്നതായിട്ടുള്ള നിലപാടുകൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധമായിരുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി തയ്യാറാവാതിരുന്നതിന്റെ ദുരന്തം കൂടിയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടുള്ള അപകടാവസ്ഥ. ഇതിനെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. പക്ഷേ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പോസിറ്റീവ്. മാറ്റാൻ എന്തുമാത്രം CPM-ന് കഴിയുന്നതാണ്.